അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഒരുവിധം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബിരിയാണിയാണ് നമ്മളെ മീൻ ബിരിയാണി എന്ന് പറയുന്നത്. അധികം ഓയിലും നെയ്യും ഒന്നുമില്ല, കഴിക്കാനും നല്ല സുഖമാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. എന്നാലും നമ്മൾ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നലില്ല. കുറച്ച് നേരം ഉള്ളി താളിച്ചിരിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്, എന്നാലും നല്ല എളുപ്പമുള്ള ബിരിയാണി തന്നെയാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. ബിസ്മില്ലാ. അപ്പോൾ നമ്മൾ മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഏകദേശം 1/2 കിലോ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ആവോലി, അയക്കോറ, നെയ്മീൻ ഇതേപോലത്തെ ദശ കട്ടിയുള്ള പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത ടൈപ്പ് മീനൊക്കെയാണ് ബിരിയാണിക്ക് യൂസ് ചെയ്യൽ. നല്ല ഫ്രഷ് മീൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളെ ബിരിയാണീൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ ഈ ഫിഷിൻ്റെ ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ ബിരിയാണിക്ക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുള്ള കായം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഞാനൊരു 4-5 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതൊരു 5 പച്ചമുളക് ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അത് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, പിന്നെ അത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതും, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. നമ്മൾ അധികം മുളക് പൊടിയൊന്നും യൂസ് ചെയ്യാതാണ് ഈ കായം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ മസാലക്കും ചോറിനൊക്കെ വല്ലാതൊരു റെഡ് കളർ വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. കൂടെ നല്ല ഫ്ലേവറും ഉണ്ടാവും. നിങ്ങൾക്ക് ആ റെഡ് കളർ കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾ സാധാരണ കായം റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ ഈ കായം റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് മീനിലൊക്കെ നന്നായിട്ട് കായം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കായൊക്കെ നല്ലോണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ബിരിയാണീൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനതൊരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഈ സൈസിലുള്ള 3 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു ഉള്ളി നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഞാൻ പൊരിക്കാൻ ഉപയോഗിക്കും, ബാക്കി നമ്മളെ മസാലയിലേക്ക് എടുക്കും. അതേപോലെ തന്നെ തക്കാളി നല്ല വലിയ തക്കാളി ആയതുകൊണ്ട് ഞാനിതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നാരങ്ങയും വലിയ നാരങ്ങ ആയതുകൊണ്ട് ഇതിൻ്റെ പകുതി മാത്രം മതി. നമ്മുടെ നാട്ടിലെ നാരങ്ങയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ നാരങ്ങ യൂസ് ചെയ്താൽ മതി. ഇനി ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മീനൊക്കെ ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് മീൻ പൊരിച്ചെടുക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ നമ്മളെ ബിരിയാണിക്ക് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവും. നിങ്ങൾക്ക് വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കായം തേച്ച് വെച്ചിട്ടുള്ള നമ്മളെ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി മീനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ചോറിനൊക്കെ മീൻ പൊരിച്ചെടുക്കുന്ന പോലെ അത്ര വല്ലാതെ അങ്ങോട്ട് മൊരിച്ച് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി നമ്മൾ മസാലയിലേക്ക് ഇടുമ്പോൾ പൊടിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. വല്ലാതെ മൊരിഞ്ഞു പോയാൽ മീനിൻ്റെ നല്ലൊരു ഫ്ലേവർ മസാലയിലേക്കും ചോറിലേക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പൊരിച്ചെടുക്കുന്ന സ്റ്റെപ്പ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. വല്ലാതെ മൊരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ മീനൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയൊന്നും കോരി മാറ്റാം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ മീൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ മീൻ പൊരിച്ചെടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെയാണ്. ഇതിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കാൻ പോണത്. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് താളിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം തന്നെ കുറച്ച് ഓയിലും നെയ്യൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൽ ഞാൻ ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട്. അത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസും കൂടെ ഇട്ടിട്ട് പൊരിച്ചെടുക്കും. അതൊക്കെ നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ ബിരിയാണീൻ്റെ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അരി പുഴുങ്ങി ഊറ്റിയെടുത്തിട്ടാണ് റൈസ് റെഡിയാക്കുന്നത്. നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റായി തോന്നിയത് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന അളവിൽ വെള്ളം എടുത്തിട്ട് ചെയ്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഉപ്പ് ചേർക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, കല്ലുപ്പാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് പൊടിയുപ്പിൻ്റെ അത്രയും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ബിരിയാണീൻ്റെ റൈസിന് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. നെയ്ച്ചോറിൻ്റെ റൈസ് പോലെയല്ല, ബിരിയാണീൻ്റെ റൈസിന് കുറച്ചും കൂടെ ഉപ്പ് ഉണ്ടായാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 3-4 ഏലക്കായ ചതച്ചെടുത്തതും,
ഒരു 2-3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ മസാലേൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് താളി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതാ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് താളിച്ചെടുക്കാം. നമ്മൾ ഈ തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ട് അങ്ങോട്ട് താളിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരി പുഴുങ്ങി ഊറ്റിയെടുക്കാം. ഞാനിത് 2.5 കപ്പ് കയമ അരി എടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ ബിരിയാണിക്കൊക്കെ കയമ അരി യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കിത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന അരി തന്നെ യൂസ് ചെയ്യുക. ഇനി ഇത് കുതിർത്ത് വെക്കുന്ന പരിപാടികളൊന്നുമില്ല. നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പുഴുങ്ങി ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകിയെടുത്തിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ തക്കാളിയും കൂടെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പുതിന കുറച്ച് ചേർത്താൽ മതി കേട്ടോ. മല്ലിച്ചപ്പ് കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ അതൊരു ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതൊരു 2 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതൊരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടി പോകരുത്. നമ്മൾ ചോറിലും ഇനി കുറച്ച് ചേർത്ത് കൊടുക്കും. ഗരം മസാല ഒക്കെ കൂടിപ്പോയാലാണ് നമ്മൾ ഈ ബിരിയാണി കഴിച്ചാൽ വല്ലാത്തൊരു മടുപ്പ് ഫീൽ ചെയ്യുക. അതേപോലെ ഗ്രാമ്പും ഒക്കെ കൂടിയാലാണ് ബിരിയാണി കഴിച്ചാൽ നമുക്ക് വല്ലാത്തൊരു മടുപ്പും ക്ഷീണവും ഒക്കെ ഫീൽ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പകുതി നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീനും കൂടെ പരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയും കൂടെ വെച്ചിട്ട് ഇതങ്ങോട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ ചോറൊക്കെ ഒരു 90% കുക്കായിട്ടുണ്ട്. ബാക്കി ആ ദമ്മിലിരുന്നിട്ട് വെന്തോളും. ഇനി നമുക്കിത് ഊറ്റിയെടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പകുതി ചോറ് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളിലേക്ക് അങ്ങോട്ട് വിതറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി ചോറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സെക്കൻഡ് ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഉള്ളി പൊരിച്ചെടുത്തിട്ടുള്ള ആ ഓയിലും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഗരം മസാലയും കൂടെ അങ്ങോട്ട് വിതറിയിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അങ്ങോട്ട് മൂടി കൊടുത്തിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നല്ല ലോ ഫ്ലെയിമിൽ ദമ്മിലിട്ട് കൊടുക്കാം. എൻ്റെ പാന് നല്ല അടി കട്ടിയുള്ള പാൻ ആയതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ് ദമ്മിൽ വെക്കലുണ്ട്. ശ്രദ്ധിക്കണം, അടി കരിഞ്ഞു പോകാതിരിക്കാൻ. അടി കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ അടിയിലൊരു പാന് ചൂടാക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നല്ല മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേലത്തെ റൈസ് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അധികം ചോറൊന്നും മസാലയിൽ മിക്സ് ആവാത്ത രീതിയിൽ നമുക്കത് മേലെ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിയിലുള്ള ചോറും മേലെയുള്ള ചോറൊക്കെ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല വിളമ്പാം. മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം മസാല സെർവ് ചെയ്യാൻ. ഇനി നമുക്ക് ചോറും കൂടെ വിളമ്പാം. നമ്മൾ മസാലയും ചോറും മിക്സ് ചെയ്യലില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വിളമ്പൽ. ഇതൊരു 4 ആൾക്ക് നല്ല രീതിയിൽ കഴിക്കാനുള്ള ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ മീൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.